ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് ഈസി ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ, അതും വീട്ടിലുണ്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു അച്ചാർ വേണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിഞ്ഞ അച്ചാറാണ്. ഇതിനായിട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി കനല്ലാതെയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞുണ്ടാക്കിയിട്ട് ഇത് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ പച്ച പപ്പായയും ക്യാരറ്റും പിന്നെ ചെറിയൊരു മാങ്ങൻ്റെ പീസും കൂടി ഉണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതങ്ങ് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു അത്യാവശ്യം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാ വശവും വരുന്ന വിധം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള അച്ചാറിൻ്റെ പൊടി പിക്കിൾ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 4-5 ടേബിൾ സ്പൂണോളം അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതുപോലെ മാങ്ങയും അതുപോലെ തന്നെ നമുക്ക് എന്താണോ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കിതുപോലെ അച്ചാറിട്ട് വയ്ക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂണോളം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന്, ഇത് കളറിന് വേണ്ടിയാണ് ഞാൻ കാശ്മീരി ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അടുത്ത് വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. വിനാഗിരി എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലാണ് അച്ചാറിൻ്റെ ടെസ്റ്റർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് തണുത്താറിയതിന് ശേഷം ഭരണിയിലേക്കോ കുപ്പിയിലേക്കോ ഒക്കെ അങ്ങ് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി. ഇനി കടയിലൊന്നും പോയി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലൊന്നും പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്നാ സക്കീർ.